ഹായ് കൂട്ടുകാരെ, അസ്സാം വലൈക്കും. എൻ്റെ ഡെയിലി വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾക്കെല്ലാം എന്നാ ഉണ്ട് വിശേഷം? നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾക്കിവിടെ സുഖമാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം പോലെ നല്ല അത്യാവശ്യം മഴയുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ? എന്തു പറ്റി എൻ്റെ കൂട്ടുകാർക്ക്? ഇപ്പോൾ പഴയ പോലെ കമൻ്റൊന്നും കാണുന്നില്ല. അതോ എൻ്റെ വീഡിയോസൊന്നും ഇപ്പോൾ ആരും കാണാറില്ലേ? നിങ്ങൾക്ക് ബോറടിക്കാൻ തുടങ്ങിയോ? ബോറടിക്കാൻ തുടങ്ങിയാൽ ഒന്ന് കമൻ്റ് ഇടണേ. നല്ല അടിപൊളി ഒരു ചായ വെച്ചു. ചായ കുടിച്ചില്ലെങ്കിൽ എനിക്ക് തലവേദനയാണ്. രാവിലെ എഴുന്നേറ്റ് വന്ന ചായ നിർബന്ധമാണ്. എന്നെപ്പോലെ ചായ നിർബന്ധമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. ഇന്ന് രാവിലത്തെ ഫുഡ് എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും? ഞങ്ങൾക്കിന്ന് ചിക്കൻ കറിയും ഇടിയപ്പവുമാണ്. പിന്നെ ഇന്ന് നല്ല സന്തോഷമുണ്ടായ ഒരു ദിവസമാണ്. എൻ്റെ ബ്ലോഗൊക്കെ കാണാൻ തുടങ്ങി എനിക്ക് ഒരുപാട് നാളുകളായിട്ട് ഒരു ബന്ധം മുറിഞ്ഞു പോയ കുറച്ച് ആളുകളുണ്ടായിരുന്നു. ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു അവരുമായിട്ട് ഇപ്പോൾ. അങ്ങനെ എൻ്റെ ബ്ലോഗ് കണ്ടതിന് ശേഷം എൻ്റെ നമ്പർ കിട്ടി. അവരെന്നെ വിളിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് എനിക്കിഷ്ടമുള്ള രണ്ടാൾക്കാരായിരുന്നു. എന്തായാലും കുറേ വർഷങ്ങൾക്ക് ശേഷം, ഒരു 15 വർഷത്തിന് ശേഷം അവരുമായിട്ട് വീണ്ടും സംസാരിക്കാനൊക്കെ പറ്റി. അതിലൊരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ഒരു 17 വയസ്സ് മുതൽ ഞാൻ അവരുമായിട്ട് നല്ലൊരു കോണ്ടാക്റ്റായിരുന്നു. അത് കുറേ വർഷങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ആ ബന്ധം അങ്ങ് വിട്ടുപോയായിരുന്നു. എന്തായാലും എൻ്റെ വ്ലോഗിലൂടെ എന്നെ അവർക്ക് കാണാനും തിരിച്ചറിയാനും അവർക്ക് എന്നെ വിളിക്കാനും സംസാരിക്കാനും ഒക്കെ തോന്നിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള രണ്ട് വ്യക്തികളായിരുന്നു അവർ. അതുപോലെ എൻ്റെ വ്ലോഗ് സ്ഥിരമായിട്ട് കാണാറുണ്ട്. എന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈരാറ്റുപേട്ട തെക്കേക്കരയിലുള്ള ഫൗസിയ ഇത്ത എന്നും പറഞ്ഞ് ആ ഇത്ത എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പറായിരുന്നു ഞാൻ DM-ൽ കൊടുത്തിരുന്നത്. അതിൽ വിളിച്ച് എൻ്റെ നമ്പർ വാങ്ങി എന്നെ വിളിച്ച് കഴിഞ്ഞ ദിവസം കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തേ. നിങ്ങളെന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ എന്നോട് സംസാരിക്കണമെന്ന് തോന്നി അങ്ങനെ എന്നെ കോണ്ടാക്റ്റൊക്കെ ചെയ്യുന്നത്. ചക്കിക്ക് ഇന്നലെ പുതിയ വാട്ടർ ബോട്ടിൽ വാങ്ങിയായിരുന്നു. ചക്കിയുടെ മറ്റേ വാട്ടർ ബോട്ടിൽ പോയല്ലോ, പൊട്ടിയായിരുന്നു. എന്നിട്ട് ഇത് ഇന്നലെ വാങ്ങിയതാണ് ഈ റെഡ്. ഇന്ന് ചക്കി ഇതിലാണ് വെള്ളം കൊണ്ടുവന്നത്. തിരിച്ചു വരുമ്പം കൊണ്ടുവരുമോ എന്തോ. ചക്കയുടെ സ്വഭാവം വെച്ച് കൊണ്ടുവരാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെ കുറച്ച് പേർക്ക് അസൂയയും കുശുമ്പും കുഞ്ഞായ്മയും കൊണ്ട് നമ്മൾ വ്ലോഗ് ചെയ്യുന്ന കാണുമ്പോൾ ഓരോ മോശം കമൻ്റ് എഴുതാറുണ്ട്. അവരുടെ സംസ്കാരമായി എഴുതുന്നത്. അങ്ങനെയുള്ളവർ എൻ്റെ വ്ലോഗ് കാണണ്ട. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല കാണാൻ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി. ഇല്ലെങ്കിൽ എന്തെല്ലാം ഓപ്ഷനുകളുണ്ട് ബ്ലോക്ക് ചെയ്യാൻ. പല പല ഓപ്ഷനുകളും ഉണ്ട്. പിന്നെ താല്പര്യമുള്ളവരോട് മാത്രമേ ഞാൻ കാണാൻ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ വ്ലോഗ് നിങ്ങൾ കാണണം, കണ്ടേ പറ്റുമെന്നും പറഞ്ഞ് ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല. അപ്പോഴേക്കും 8:46 ഇപ്പം ചക്കിയുടെ ബസ് നേരത്തെ വരുമോ 2 മിനിറ്റ്. മറ്റേത് 8:50 ഇപ്പം 8:48 49 ആകുമ്പം വരും. അതുകൊണ്ട് ഞങ്ങളിത് റോഡിലേക്ക് പോവുകയാണ്. നല്ലൊരു മഴ കഴിഞ്ഞിട്ട് നിൽക്കുവാണ്. ഇന്ന് രാവിലെ നല്ല കാറ്റും മഴയുമാണ്. ഇടയ്ക്കിടയ്ക്ക് ഓടി ഓടി വരുന്നുണ്ട്. പിന്നെയും പെയ്യും പോവും, പിന്നെ ശകലം കഴിഞ്ഞു. അങ്ങനെ തന്നെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുവാണ്. ചക്കയുടെ ബസ് വന്നു, ഉച്ചയ്ക്ക് കയറിപ്പോന്നു. അപ്പോൾ അടുത്തൊരു ബ്ലോഗുമായി വരുന്നിടം വരെ എല്ലാവർക്കും ബായ്.